പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻഹും മൻ യഖൂലു ഇസ്ദന ലീ വലാ തഖ്തിനി. എനിക്ക് യുദ്ധത്തിന് പോകാതിരിക്കാൻ സമ്മതം തരണേ, എന്നെ കുഴപ്പത്തിലാക്കരുത് എന്ന് പറയുന്ന ചില ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അവർ കുഴപ്പത്തിൽ തന്നെയാണ് വീണിരിക്കുന്നത്. തീർച്ചയായും നരകം സത്യനിഷേധികളെ വലയം ചെയ്യുന്നതാകുന്നു. അപ്പം അമിതമായ പേടിയുള്ളവർ എന്ത് ചെയ്തു? പ്രവാചകരെ, എന്നെ യുദ്ധത്തിന് വിളിക്കരുതേ, എനിക്ക് യുദ്ധത്തിന് വിട്ടു നിൽക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞിരുന്നു. എന്നെ കുഴപ്പത്തിലാക്കരുതേ, എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ രോഗിയായ ഉമ്മയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്ന് വിടുതൽ നേടുന്ന ചില വിരുദ്ധന്മാരുണ്ടായിരുന്നു. അവർ ഈമാനില്ല, വിശ്വാസമില്ല. യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യും? ദൈവമാർഗത്തിൽ പോരാടാൻ തയ്യാറാവും. നമുക്കറിയാമല്ലോ, ഒരു വ്യക്തി പ്രവാചകന് തബൂക്ക് യുദ്ധമാണോ, ഉഹുദ് യുദ്ധമാണോ, ബദർ യുദ്ധമാണോ അറിയില്ല, യുദ്ധത്തിന് പോവുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി കാരക്കത്ത് നിന്നിങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഒരു ചെറിയ മാനസിക അസ്വസ്ഥമുള്ള വ്യക്തിയാണ് എന്നും പറയുന്നുണ്ട്. അപ്പം ഇയാൾ ചോദിച്ച പ്രവാചകൻ, ഞാൻ യുദ്ധത്തിൽ നിന്നാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സ്വർഗം കിട്ടുന്നത്. അപ്പം അയാളുടെ കയ്യിലുള്ള കാരക്ക മുഴുവൻ തിന്നാതെ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയും അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്തു. അപ്പോൾ വളരെ പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ സ്വർഗം നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അപ്പം ഇതാണ് അദ്ദേഹത്തിന് ഈമാൻ്റെ കാഠിന്യമാണ്. അത്ര ഈമാനുള്ളവൻ എന്തും ത്യജിക്കാൻ തയ്യാറാവും. ഇബ്രാഹിം നബി നമുക്കറിയാമല്ലോ, തീകുണ്ടാരത്തിലേക്ക് പോകാൻ യാതൊരു മടിയും ഉണ്ടായില്ല അദ്ദേഹത്തിന്. സ്വന്തം മകനെ അറുക്കാനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായി. അതാണ് ഈമാൻ്റെ ശക്തിയാണ്. അപ്പം നല്ല ഈമാൻ ഉണ്ടെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല, എന്തിനും തയ്യാറാവും. ചില യോഗങ്ങളിലൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ നമ്മൾ ഒരു മഹാത്മാന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആൾ കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പുതിയ തെരഞ്ഞെടുപ്പിന് വേണ്ടിയായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആൾ എത്തിയില്ല. അപ്പോൾ യോഗം മാറ്റിവെച്ചു. പിറ്റേന്ന് മാറ്റിവെച്ചപ്പോഴും അത്ര തന്നെ ആളുണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ കഴിഞ്ഞ യോഗത്തിൽ വന്ന ആൾ തന്നെ. അപ്പോൾ നമ്മളിത് മാറ്റി വെച്ചതുകൊണ്ട് ചില ആൾക്കാർ പറയും, എനിക്ക് ഞായറാഴ്ച കല്യാണമാണ്, മറ്റൊരാഴ്ച കല്യാണം, അങ്ങനെയൊക്കെ പല കാരണം പറയും. പക്ഷേ അവർക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചാലോ ആ സമയത്ത് അവർ വരില്ല. പക്ഷേ വരുന്നവർ ഏത് സമയത്ത് വരും. ഞായറാഴ്ച വെച്ചാലും വേണ്ടിയില്ല, രാത്രി വെച്ചാലും വേണ്ടിയില്ല, പകൽ വെച്ചാലും വേണ്ടിയില്ല. ചില ആൾക്കാരുണ്ടാകും ഏത് യോഗത്തിനും വരും. അത് അവരുടെ വിശ്വാസമാണ്. അവർ യോഗത്തിന് പങ്കെടുക്കണം, വിളിച്ചാൽ പോകണം. അത് ഒരു ആർജവം ഉള്ള ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് എന്ത് വന്നാലും പിന്നോട്ട് നിൽക്കുക, നേരം വൈകി വരിക. നേരം വൈകി വരുന്നവർക്കാണ് വെയിറ്റ്, അതുകൊണ്ട് നേരം വൈകി വരിക. അപ്പോൾ അവരുടെ വിശ്വാസരാഹിത്യം. അതുപോലെ തന്നെ ഇവർക്കും വിശ്വാസമില്ല. അതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞു? പ്രവാചകരെ നമുക്ക് യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് ഒഴിവ് തരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നരകം അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുക. നരകത്തിൻ്റെ വലയം ചെയ്യലിൻ്റെ ഒരു ആദ്യ പടിയാണ് ഭയം. ഭയം വിട്ടുകൊടുക്കുന്നു. നമ്മുടെ ജബ്ബാർ പരിഹസിച്ചിരുന്നല്ലോ, നിരീശ്വരവാദി ജബ്ബാർ എന്താ പറഞ്ഞത്? സത്യവിശ്വാസികളുടെ മനസ്സിൽ ഭയം വിട്ടുകൊടുക്കും. ആ ഭയം വിട്ടുകൊടുക്കുന്ന നേരം കൊണ്ട് പഠിച്ചവന് അവരെ കൊന്നൊടുക്കിയാൽ പോരെ, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്താൽ പോരെ എന്നൊക്കെ പറയും. അപ്പോൾ ഭയമാണ് ഏറ്റവും വലിയ ശിക്ഷ. ആ പേടിയുള്ളവന് 100 വട്ടം വീഴും 100 തവണ മരിക്കും, പക്ഷെ ധൈര്യവാൻ ഒറ്റ തവണ മരിക്കുള്ളൂ. അപ്പോൾ ഒരു രാത്രി സമയത്ത് ഒരു തെങ്ങുമെന്ന് ഓല വീണാൽ തന്നെ ഒരു ഞെട്ടി വിറക്കും. മനസ്സിലായി? മരണഭയത്താൽ ഞെട്ടി വിറക്കും ഈ പേടിയുള്ളവർ. അതായത് പിന്നെ ഹന്തക്ക് യുദ്ധത്തിൽ സംഭവം നമുക്കറിയാമല്ലോ. ഹന്തക്ക് യുദ്ധത്തിൽ പ്രവാചകൻ്റെ പക്ഷത്ത് പടയാളികൾ കുറവായിരുന്നു, പിന്നെ ആയുധങ്ങൾ കുറവായിരുന്നു. അപ്പം ഒരു സഹാബി പറഞ്ഞു, നമുക്ക് കിടങ്ങ് കുഴിക്കാം, ശത്രുപക്ഷത്താണ് ഒരുപാട് ആൾക്കാരും, അപ്പം നേരിട്ടുള്ള യുദ്ധം കൊണ്ട് വിജയിക്കില്ല, കിടങ്ങ് കുഴിക്കാമെന്ന് പറഞ്ഞ് പ്രവാചകൻ അത് കേട്ടു. തന്നെക്കാളും താഴ്ന്ന പടിയിലുള്ള ആൾക്കാർ ആര് പറഞ്ഞാലും പ്രവാചകൻ അനുസരിക്കും. അത് പ്രവാചകൻ ശീലമാണ്. പ്രവാചകൻ കിടങ്ങ് കുഴിച്ചു. വിശന്ന് വലഞ്ഞുകൊണ്ടാണ് കിടങ്ങ് കുഴിച്ചത്. അപ്പം വിശപ്പിൻ്റെ കാഠിന്യം മൂലം വയറിൽ കല്ലൊക്കെ കെട്ടി വെച്ചിട്ടായിരുന്നു ഒരു കിടങ്ങ് കുഴിച്ചത്. അപ്പോൾ എന്നിട്ട് ഒരു സഹാബികൾ വന്ന് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളെന്താ വിശന്നത് കാരണം നമ്മൾ
വയറിൽ കല്ല് കെട്ടിച്ചിട്ടാണ് കടുക് കുഴിക്കുന്നത്. ആ പ്രവാചകൻ വയറ് കാട്ടിക്കൊടുത്തു. പ്രവാചകൻ്റെ വയറ് 2 കല്ലുകൾ കെട്ടിവെച്ചിട്ടാണ്. പ്രവാചകൻ ഒന്നും ആരോടും ഇപ്പോൾ പറയില്ല, പായാരപ്പാട്ട് പ്രവാചകൻ പറയാറില്ല. പ്രവാചകൻ അത് എല്ലാം സഹിച്ച് ചെയ്യും. അങ്ങനെ അത്രയ്ക്കും ത്യാഗം സഹിച്ചവർ പിന്നെ കിടങ്ങ് കുഴിച്ചു. അതോടുകൂടി ശത്രുക്കൾ ആകെ വിഷണ്ണരായി. കാരണം അവർക്ക് എങ്ങനെ മുസ്ലിം പക്ഷത്തേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ അപ്പോൾ തമ്പടിച്ച് നിന്നു. അങ്ങനെ ഒരാഴ്ചയോളം തമ്പടിച്ച് നിന്നു. അപ്പോൾ മുസ്ലിം പക്ഷത്തുള്ള ഭക്ഷണങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം പട്ടിണിയാണ് അവർക്ക്. അപ്പം രക്ഷയുമില്ല. അപ്പോൾ അന്ന് എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ സഹായത്താൽ നല്ലൊരു കാറ്റും മഴയൊക്കെ അയച്ചു. അപ്പം ശത്രുപക്ഷത്തുള്ള അവരുടെ കൂടാരത്തിൻ്റെ ടെൻറ്റുകൾ പാടി കാറ്റിന് വളരെ ശബ്ദത്തിൽ ഇടിക്കാൻ തുടങ്ങിയ കാറ്റുകൊണ്ട് ഉപയോഗിച്ചു. മുസ്ലിം പടയാളികൾ വന്നതാണെന്ന് കരുതി ഇവർ ഭയപ്പെട്ട് പേടിച്ചോടുകയും ചെയ്തു. അപ്പോൾ ഭീരുത്വം, അവരിൽ നല്ല ഭീരുത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് പേടിച്ചോടിപ്പോയത്. അപ്പോൾ അതാണ് ഈ പേടി വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, പണ്ട് ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്ത് പിന്നെ ഒരു 400 കിലോ 500 കിലോ ഒക്കെ വെയിറ്റുള്ള പേപ്പർ റീലാണ് വരിക. അതൊക്കെ നമ്മൾ ഉരുട്ടി കയറ്റുകയൊക്കെ ചെയ്യും. 2-3 പേരൊക്കെ ചേർന്നിട്ട് ഉരുട്ടി കയറ്റുകയൊക്കെ ചെയ്യും. മാക്സിമം ശക്തി ഞാൻ അതിൽ പ്രയോഗിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുടെ വീട്ടിൽ ഒരു മാർബിൾ ഇറക്കാനുണ്ടായിരുന്നു. പക്ഷെ മാർബിൾ ഇറക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടി തോന്നി, അത് പൊട്ടിപ്പോവോ മേത്ത് വീഴുവോ. ഈ മാർബിളിൻ്റെ ഇടയിൽ കുടുങ്ങി മരിച്ച വാർത്തകൾ കേട്ടിരുന്നത്. അപ്പോൾ ഞാൻ ചില കാര്യത്തിൽ ഭയങ്കര പേടിയാണ്. അപ്പം എനിക്ക് ശരിക്കും ഒരു പിടുത്തമായി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതാണ്. അപ്പോൾ നമുക്ക് ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് പിടിക്കാൻ കഴിയും. മറ്റേ നമുക്കറിയാം അത് എങ്ങനെയൊക്കെയാണ് മറയുക. അത് മറ്റേ ഉരുണ്ട റീലാണ്, അത് ഏത് രൂപത്തിലാണ് വരിക. നമുക്ക് കാലങ്ങളായാൽ പണിയെടുത്ത് പരിചയമുണ്ട്. നമുക്ക് 10-13 വർഷമായി നമ്മൾ ആ പേപ്പർ റീലുമായിട്ട് കളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ പിടിക്കാം, അപകടമൊന്നും വരില്ല നമുക്കറിയാം. പക്ഷേ മറ്റേത് മാർബിളാണ്, അത് എവിടെയാണ് കൈ മുറിയോ, വെക്കുമ്പം കൈ മുറിയോ എന്നുള്ളതൊക്കെ ഭയം മൂലം ശരിക്കും പിടിക്കാൻ കഴിഞ്ഞു. അപ്പം ഭയമില്ലാതിരിക്കണം. ഭയമില്ലാത്തവനെ ശരിക്കും യുദ്ധം ചെയ്യാനും മറ്റെന്ത് കാര്യങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ. പറഞ്ഞു വരുന്നത് നരകം അവരെ വലയം ചെയ്ത്, ആ ഭയമുള്ളവർക്ക് തന്നെ നരകം വലയം ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്ക് ഭയങ്കര ഇപ്പോൾ ഇസ്രായേലികളൊക്കെ ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ കണ്ടു, ഒരു ഇസ്രായേലി പൗരൻ ട്രൗസറിൽ അപ്പിയിട്ടുകൊണ്ട് ഓടുന്നത്. ചിലയാളെ സൈറൻ മുഴങ്ങിയപ്പോഴേക്കും ഇദ്ദേഹം ട്രൗസറിൽ അപ്പിയിട്ടുകൊണ്ട് ഓടുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. മനഃപൂർവ്വം റീൽസിന് വേണ്ടി ഉണ്ടാക്കിയാണോ എന്താ അറിയില്ല. ഭയങ്കര പേടിത്തൊണ്ടന്മാർ. അതുപോലെ തന്നെ ഈ ഇസ്രായേലി പട്ടാളക്കാർ ഫലസ്തീൻ കുന്നിൻ്റെ മുകളിലൂടെ പോകുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പേടിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. ഡേപ്പർ ഫോഴ്സ് എന്നാണ് നമ്മളെ അനിൽകുമാർ വിളിക്കുക. ഡേപ്പറിൽ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഡേപ്പറിൽ അപ്പിയിട്ട് പോകുന്ന ആ ടീമുകളാണ് ഡേപ്പർ ഫോഴ്സ് എന്നാണ് വിളിക്കാറുള്ളത് അവരെ. അപ്പോൾ ഭയങ്കര പേടിക്കൊള്ളമാണ്. അത് ഖുർആൻ തന്നെ സാക്ഷിയാണ്. മരണഭയം ഏറ്റവും കൂടുതലുള്ളവരാണ് ജൂതന്മാർ. 1000 കൊല്ലമെങ്കിലും ഭൂമിയിൽ ജീവിച്ചെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ് അവർ. അത്രക്കും പേടിത്തൊണ്ടന്മാരാണ്. അതുകൊണ്ടാണ് മൂസാ നബി യുദ്ധത്തിന് വിളിച്ചപ്പോൾ ഒരു പറഞ്ഞു, നീയും നിൻ്റെ റബ്ബും യുദ്ധം ചെയ്തു, ഞങ്ങളോട് ഇരുന്നോളാം. ഭയങ്കര പേടിക്കൊള്ളന്മാരാണ്. അതുപോലെ നമ്മുടെ നാട്ടിലും വരെ ഈ എഡ്യൂക്കേറ്റഡ് ഫൂൾസുകളും ഭയങ്കര പേടിക്കൊള്ളന്മാർ. എന്തെങ്കിലും കാര്യം വിളിച്ചാൽ ഭയങ്കര പേടിത്തൊണ്ടന്മാരായിരിക്കും. സമരത്തിനും പോലീസിനെ തല്ലുകൊള്ളാനും പിടിക്കാനും ഒക്കെ അധികം പഠിപ്പില്ലാത്ത ആൾക്കാരുണ്ടാവുക. ഈ അറിവ് കൂടുന്നതനുസരിച്ച് മനുഷ്യർ പേടിക്കൊള്ളന്മാരോ സാത്താനിസമാണ്. ഈ നമ്മളെ സിലബസുകളിലൊക്കെ പഠിപ്പിക്കുന്നത് സാത്താനിസമാണല്ലോ. അപ്പോൾ എല്ലാത്തിനും ഭയപ്പെടുക, തുമ്മുമ്പോൾ തൂവാല വെക്കണം, മാസ്ക് ധരിക്കണം, അതാക്കണം, 6 അടി അകലം പാലിക്കണം, ഇങ്ങനെയൊക്കെയുള്ളതാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ആദ്യം തൊട്ടാൽ കൈ കഴുകണം. ഇങ്ങനെ പേടി വന്ന് മനുഷ്യൻ പേടിത്തൊണ്ടന്മാരായി മാറുക. അതാണ് ഈ സിലബസിലൂടെ നടത്തുന്നത്. അപ്പം അധികം എഡ്യൂക്കേറ്റഡ് ഫോഴ്സുകളും ഭയങ്കര പേടിക്കൊള്ളന്മാരായിരിക്കും. ചില ആൾക്കാരുടെ വീടിനൊക്കെ കാണാം, നല്ല വില കൂടിയ ലോക്ക് വെക്കും. എന്നിട്ട് വാതിലിൻ്റെ വിലങ്ങായിട്ട് വലിയ പട്ടിക വെക്കും, ഇരുമ്പിൻ്റെ ഒരു റാഡ് വെക്കും. എന്നിട്ട് ചങ്ങല വെക്കും. അല്പം മാത്രം തുറന്നിട്ട് ആരാണ് വന്നത് നോക്കും. CCTV ക്യാമറ, ഇത് വാതിലിൻ്റെ മുകളിൽ കൂടെ നോക്കുന്നത്, ഒരുപാട് സാധനങ്ങളും സെറ്റിങ്സും ഒക്കെയാണ്. പേടിയാണ് ഇതൊക്കെ ഇതിനെ പിന്നിൽ കേൾക്കുന്നത്. അപ്പം ഇതിന് പേടി ഉണ്ടെങ്കിൽ തന്നെ അവർ പരാജയപ്പെട്ടു. ടിപ്പു സുൽത്താൻ പറഞ്ഞമാതിരി ഭീരു 1000 വട്ടം മരിക്കുന്നു, ധൈര്യശാലി 1 വട്ടം മരിക്കുന്നു. അപ്പോൾ ആ പേടി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക്
ഒരു നരകം വലയം ചെയ്ത കൂട്ടരായി മാറുക. അങ്ങനെ ഇതുപോലത്തെ ഭീതിയിൽ നിന്നും പേടിയിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ധൈര്യശാലികളെ കൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗം ലഭിക്കുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.